السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. صدق الله العظيم. ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത മാതൃകകളും പിന്തുടർന്ന് ജീവിക്കാനും അതിലൂടെ അല്ലാഹുവിൻ്റെ പ്രീതി, അവൻ്റെ ഇഷ്ടം സമ്പാദിക്കാനും പരലോകത്തെ അത്യുന്നതമായ സ്വർഗം സ്വന്തമാക്കാനുമുള്ള നിരന്തരമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണമെന്നെൻ്റെ സഹോദരന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ പ്രീതിയും സ്വർഗവും സ്വന്തമാക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മിൽ നിന്നും പല സഹോദരന്മാരും വേർപിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ അബൂ താഹിർ സാഹിബ് വർണ്ണിക, അതുപോലെ ഇക്കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യൻ മുഹമ്മദ് ഖാസിം ബാക്കവി ഉസ്താദ് അവർകൾ തൊടുപുഴ, അദ്ദേഹവും കഴിഞ്ഞ രാത്രിയിൽ അള്ളാഹുവിനോട് യാത്രയായിരിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ആഴ്ചയിലാണ് നമ്മുടെ മറ്റൊരു സ്നേഹിതൻ അല്ലമീൻ മൗലവി അവർകൾ മരണപ്പെട്ടത്. സഹോദരന്മാരെ, മനുഷ്യരുടെ അവസ്ഥ വളരെ പെട്ടെന്ന് അവരുടെ നിയോഗം പൂർത്തിയാക്കി അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുന്നതാണ്. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ, സർവോപരി നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഉസ്താദുമാർ, എല്ലാവർക്കും അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധമായ ദുൽഖഅദ മാസം, ഈ ദുൽഖഅദ മാസത്തിൽ ഇത് ലോക മുസ്ലിങ്ങൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും മഹത്തായ കർമ്മമാണ് ഹജ്ജ്. ആ ഹജ്ജിന് വേണ്ടിയുള്ള യാത്രകൾ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഹാജിമാർ ഹറമിലെത്തി അതിൻ്റെ ചിന്തയിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുമെല്ലാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നാടുകളിൽ നിന്ന് ഹാജിമാരെ യാത്രയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ സമയത്ത് ഹജ്ജിൽ നമുക്ക് ഭാഗമാക്കാവാൻ സാധിച്ചില്ലെങ്കിലും ആ ഹജ്ജിൻ്റെ ആത്മാവിനൊപ്പം, അതിൻ്റെ സന്ദേശങ്ങൾക്കൊപ്പം നമുക്കും നിലയുറപ്പിക്കാൻ ഈ വിശുദ്ധമായ നാളുകളിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ മഹത്തായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹജ്ജ് വേണ്ടത്ര ആശയപരമായി അതിൻ്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വഴങ്ങിത്തരാത്തൊരു പ്രകൃതമാണ് ഹജ്ജിൻ്റെത്.
ഹജ്ജ് വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു അമല് കൂടിയാണ്. അതോടൊപ്പം ബാഹ്യമായി അതിനെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് അതിന്റെ പൊരുൾ എന്താണെന്ന്, അതിന്റെ ഉള്ളെന്താണ് എന്ന് പെട്ടെന്ന് പിടികിട്ടാത്ത ഒരു പ്രകൃതമാണ് അതിന്റെ അമലുകൾക്കുള്ളത്. ഇസ്ലാമിനെയും മറ്റു മതങ്ങളെയും ഒക്കെ മാനവികമായി വായിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇത് പടച്ച തമ്പുരാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു നൽകിയ ഒരു കർമ്മമാണ് എന്ന ഒരു തിരിച്ചറിവില്ലാതെ എന്തിനേയും തോന്നും പോലെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് ഒരു പ്രാകൃതമായ ആചാരമാണ്. ഉളഹിയ എന്ന് പറയുന്നത്, മൃഗബലി എന്ന് പറയുന്നത്, അതും ഒരു പ്രാകൃതമായ ഒരു സംസ്കാരമാണത്, നമുക്ക് വേണ്ടതില്ല എന്നൊക്കെ വാദിക്കുന്ന പുതിയ മുനാഫിക്കുകളായ പണ്ഡിതന്മാരും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇക്കാലത്ത് ഹജ്ജിന്റെ നിർബന്ധതയെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ട സന്ദർഭമാണ്. പരിശുദ്ധ ഖുർആൻ സ്പഷ്ടമായി പറഞ്ഞൊരു കാര്യമാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ജനങ്ങളുടെ ബാധ്യതയാണ് അല്ലാഹുവിന്റെ കാര്യത്തിൽ, അല്ലാഹുവിനോടുള്ള നിർബന്ധമായ ബാധ്യതയാണ് ഹജ്ജുൽ ബൈത്ത്. കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ജനങ്ങൾക്ക് ഫർളാണ്, അല്ലാഹുവിനോട് നിർവഹിക്കേണ്ട ബാധ്യതയാണ്. ആർക്കാണത്? മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അല്ലാഹുവിന്റെ ബൈത്തിലേക്ക്, കഅബാലയത്തിലേക്ക് പോകാനുള്ള ശാരീരികവും സാമ്പത്തികവുമായ കഴിവുള്ള ആളുകൾ, അവർക്കത് ഫർളാണ്. ഫമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആരെങ്കിലും അതിന്റെ നിർബന്ധതയെ നിഷേധിച്ചാൽ, അതിൽ അവിശ്വസിച്ചാൽ, അതിനെ തള്ളിക്കളഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അവൻ അനാശ്രയനാണ്, പരാശ്രയരഹിതനാണ്. അവരുടെ ഒന്നും ആവശ്യം അല്ലാഹ്ക്കില്ല. ഹജ്ജോ അതെന്തിനാണ്? ബലികർമ്മമോ അതിന്റെ ആവശ്യമുണ്ടോ? ഇതാർക്ക് വേണ്ടിയാണ്? എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യകത? അതല്ലെങ്കിൽ അതിനെ നിസാരമായി കണ്ടുകൊണ്ട് അതിന്റെ നിർബന്ധതയെ നിഷേധിക്കുകയാണെങ്കിൽ അവൻ കാഫിറാണ്. അവരെ കൊണ്ട് അല്ലാഹ്ക്ക് യാതൊരു ആവശ്യവുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്തി വ സൗമി റമളാൻ വ ഹജ്ജിൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. എല്ലാ നിർബന്ധമായ അമലുകളും നിർബന്ധമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഹദീസ്, അത് പ്രകാരം ഇസ്ലാം എന്നത് പഞ്ചസ്തംഭങ്ങളാൽ സ്ഥാപിതമായ ഒരു മഹത്തായ കർമ്മങ്ങൾ ഉൾപ്പെട്ടതാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇസ്ലാം 5 കാര്യങ്ങൾക്കുമേൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുകയാണ്. 5 തൂണുകൾക്ക് മേൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുകയാണ്. ഒന്നാമത് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി മനസ്സാ വാചാ കർമ്മണ സാക്ഷിയാവുക എന്ന അടിസ്ഥാനപരമായ നെടുംതൂൺ. ആ നെടുംതൂണാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത് 5 നേരം നമസ്കരിക്കുക എന്നതാണ്. മൂന്നാമത് സക്കാത്ത് കൊടുക്കുക എന്നതാണ്. നാലാമത്
ഹജ്ജ് ചെയ്യുക എന്നതാണ്. ഒന്നാമത് ഷഹാദത്ത് കലിമ, രണ്ടാമത് നമസ്കാരം, മൂന്നാമത് സക്കാത്ത്, നാലാമത് നോമ്പ്, അഞ്ചാമത് ഹജ്ജ്. ഈ 5 കർമ്മങ്ങൾ ഇവിടെ ഷഹാദത്ത് കലിമയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർമ്മപരമായ ഒരു സ്തംഭമായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ കേവലമായി അങ്ങ് വിശ്വസിച്ച് പോയാൽ മതിയാവുകയില്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസത്തെ ഒരു കർമ്മ പദ്ധതിയായി ഏറ്റെടുക്കുമ്പോഴാണ് ആ തൂണും സ്ഥാപിതമാകുന്നത് എന്ന് സാന്ദർഭികമായി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഇവിടെ ഹജ്ജിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5-ാമതായി എണ്ണിയിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു തൂണാണ്. ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലനിൽപ്പ് എന്നത് അതിന്റെ പില്ലറുകളെ, സ്തംഭങ്ങളെ, തൂണുകളെ ആശ്രയിച്ചാണ്. ആ തൂണുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ ആ ബിൽഡിങ്ങിന് നിലനിൽപ്പുണ്ടാവുകയില്ല. ഇസ്ലാം എന്നത് വളരെ ബൃഹത്തായ ഒരു ബഹുനില കെട്ടിടമാണ്. അത് അങ്ങേയറ്റം ഒരു ബിൽഡിങ്ങിൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ എന്തെല്ലാം ഉണ്ടാകുമോ അതെല്ലാം അതിനകത്തുണ്ടാകും. മനുഷ്യന്റെ ഭൗതികമായ ആവശ്യ പൂരണത്തിന്, ആവശ്യ നിർവഹണത്തിന് ഭക്ഷണം വേണം, അതുപോലെ വസ്ത്രങ്ങൾ അണിഞ്ഞൊരുങ്ങാൻ വേണം, പാചകം ചെയ്യാനുള്ള സൗകര്യം വേണം, അതുപോലെ തന്നെ മനുഷ്യന്റെ ശുചീകരണത്തിന് വേണ്ടി ശുചിമുറികൾ വേണം, അവന് വിശ്രമിക്കാനുള്ള കിടക്ക മുറികൾ വേണം, അതേപോലെ തന്നെ പഠിക്കാനുള്ള സൗകര്യം വേണം, ആരാധന നടത്താനുള്ള സൗകര്യം വേണം. ഇതെല്ലാം മനുഷ്യന്റെ വ്യത്യസ്തമായ ആവശ്യങ്ങളെ പരിഗണിച്ച് ഒരു പൂർണ്ണതയുള്ള താമസ സ്ഥലത്ത്, ബിൽഡിങ്ങിൽ എന്തെല്ലാം ഉണ്ടാകുമോ അതേപോലെ പരിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റാൻ സൗകര്യപ്രദമായ വിവിധ തരം സൗകര്യങ്ങളുള്ള ഒരു ബഹുനില കെട്ടിടമാണ്. ആ കെട്ടിടത്തെ താങ്ങി നിർത്തുന്ന അടിസ്ഥാന സ്തംഭങ്ങളാണ് കലിമയും നമസ്കാരവും സകാത്തും നോമ്പും ഹജ്ജും എന്നൊക്കെ പറയുന്ന ബിൽഡിങ്ങുകൾ. ഈ കെട്ടിടത്തെ താങ്ങി നിർത്തുന്ന അടിസ്ഥാനപരമായ ഊർജ സ്തംഭങ്ങളാണ്. അത് മനുഷ്യന്റെ ജീവിതത്തിൽ ഇസ്ലാമിനെ പടുത്തുയർത്താൻ അതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. സഹോദരന്മാരെ, ഹജ്ജ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ്. ഇത് ഹിജ്റ 9-ാമത്തെ വർഷത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഫർളാക്കിയത്. 10-ാമത്തെ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചത്. അമലുകളിൽ, ഇസ്ലാമിക അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും അവസാനമായി നിർബന്ധമാക്കിയ കർമ്മം. അതോടുകൂടി മാനവികതയുടെ സമ്പൂർണമായ വിളംബരവും സന്ദേശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നടത്തി. ഏറ്റവും അവസാനത്തെ ആയത്തും അവതരിക്കുകയുണ്ടായി. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിത വ്യവസ്ഥ, ദീൻ, അത് പൂർണ്ണമാക്കി തന്നിരിക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് മേലുള്ള എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുകയാണ്, സമ്പൂർണ്ണമാക്കി തന്നിരിക്കുകയാണ്. ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. സഹോദരന്മാരെ, അങ്ങനെ ഇസ്ലാമിനെ പൂർത്തിയാക്കി അതിനെ സ്തംഭങ്ങളാൽ നിലനിർത്തുകയാണ് പരിശുദ്ധ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥത്തിലാണ് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സ്തംഭങ്ങളെല്ലാം കഴിവിൻപടി പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത്
അതൊരു വിശ്വാസ പദ്ധതി മാത്രമല്ല, അതൊരു കർമ്മ പദ്ധതിയാണ്, കർമ്മകാണ്ഡമാണ്. ആ അർത്ഥത്തിൽ അതിനെ നമ്മൾ മനസ്സിൽ നിന്ന് ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈമാനുമായി, ആദർശവുമായി അതിനെ ബന്ധിപ്പിച്ച് അതിനെ പരിപോഷിപ്പിച്ച് നിർത്തുമ്പോഴാണ് എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിനെയും റസൂലിനെയും ആഖിറത്തെയും മുൻനിർത്തിയാകുമ്പോഴാണ് അത് ശരിയായ ഇസ്ലാം നമ്മിൽ നിലനിൽക്കുന്നു എന്ന അർത്ഥത്തിൽ നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കുന്നു. നമ്മൾ നോക്കുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരെങ്കിലും മരിക്കാൻ നേരം കലിമ പറഞ്ഞ് മരിക്കാൻ അവസരം കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ്, ശരിയാണ്. പക്ഷേ അത് പറയാൻ അവസരം കിട്ടുന്നവൻ ആരാണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് അനുസരിച്ച് ജീവിക്കുന്നവനാണ്. അപ്പോൾ മാത്രമേ അവനതിന് സൗഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ആ അർത്ഥത്തിൽ വേണം വിലയിരുത്താൻ. സഹോദരന്മാരെ, ഇതേപോലെ നമസ്കാരം എപ്പോഴെങ്കിലും നിർവഹിക്കുന്നവൻ ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ ഇസ്ലാമിനെ താങ്ങി നിർത്താൻ അയാൾക്ക് സാധിക്കുകയില്ല. നമസ്കാരം മുറ പോലെ നിർവഹിക്കാത്ത ഒരുത്തൻ ഇടവേളകളിൽ അവനിലേക്ക് പിശാച് കടന്നു വരും. അവൻ സകലവിധ തിന്മകളിലേക്കും തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കും ബാഹ്യ തിന്മകളുടെ പ്രേരണകളിലേക്കും അയാൾ ചെന്ന് പെട്ടുപോകും. അതേസമയം 5 നേരം ശുദ്ധിയായി പള്ളിയിലേക്ക് ഓടിയെത്തി റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് നമസ്കരിക്കുന്നവൻ, അവന് ആ ഇടവേളകളിൽ ഉണ്ടാകുന്ന തിന്മകളെ പ്രതിരോധിക്കാനുള്ള ഒരു മനസ്സ്, ഒരു പരിശുദ്ധി അയാൾക്കുണ്ടായിത്തീരും. വർഷത്തിൽ 30 നാൾ 29 നാൾ നോമ്പ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഇസ്ലാമിനെ തകർക്കുന്ന ഇസ്ലാം എന്ന ബിൽഡിങ്ങിനെ തകർക്കുന്ന എന്തൊക്കെ തരത്തിലുള്ള ദുർവാസനകളും ദുഷ്പ്രേരണകളും ദുഷ്ടചിന്തകളും ഉണ്ടോ അതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ അയാൾക്ക് നോമ്പിലൂടെ സാധിക്കും. അതയാളുടെ ഒരു വർഷത്തെ നീണ്ട ജീവിതത്തിൽ അയാൾക്ക് ഇച്ഛകളെ നിയന്ത്രിച്ചു പോകുന്നതിലൂടെ അയാളുടെ ജീവിതത്തിൽ ഇസ്ലാമിനെ നിലനിർത്താൻ കഴിയും. അതേപോലെ തന്നെയാണ് സക്കാത്ത് കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സമൂഹവുമായിട്ടുള്ള ഇല്ലാത്ത ജനവിഭാഗങ്ങൾ, പാവപ്പെട്ടവൻ, കഷ്ടപ്പെടുന്നവൻ, ദുരിതമനുഭവിക്കുന്നവൻ, തൊഴിലില്ലാത്തവൻ, സങ്കടപ്പെടുന്നവൻ, അങ്ങനെയുള്ള ആളുകൾ, അവരുടെ കാര്യത്തിൽ അയാൾ യാതൊരു പരിഗണനയും കൊടുക്കാതെ അശ്രദ്ധമായി മുമ്പോട്ട് പോയാൽ അയാളുടെ ഇസ്ലാം തകർന്നു പോകും. അപ്പോൾ എന്ത് വേണം? അയാളുടെ ജീവിതത്തിൽ സക്കാത്ത് എന്ന് പറയുന്ന ഒരു സ്തംഭത്തെ അയാൾ നിലനിർത്തണം. അതിലൂടെ ഇസ്ലാമിനെ നിലനിർത്തുന്നതിലൂടെ ബാക്കിയുള്ള ജനങ്ങൾക്ക് നിലനിൽപ്പുണ്ടായി തീരുകയാണ്. ഇതേപോലെ തന്നെയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് മനുഷ്യനെ ഒരുപാട് നന്മകൾ, മാനവികമായ നന്മകൾ അയാളെ പ്രചോദിപ്പിക്കുകയാണ്. മാനവികമായ മൂല്യങ്ങൾ അയാളിലേക്ക് കൊണ്ടുവരികയാണ്. ഒരുപാട് നന്മകൾ അത് പ്രത്യേകമായി തന്നെ പറയേണ്ടതുണ്ട്. അപ്പൊ ആ അർത്ഥത്തിലുള്ള നന്മകളെ കൊണ്ടുവരാൻ, നിലനിർത്താൻ, സമൂഹത്തിൽ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കി തീർക്കാൻ, പടച്ചവനൊന്ന് പടപ്പുകളൊന്ന് എന്ന അർത്ഥത്തിൽ നമുക്ക് കാര്യങ്ങളെ നോക്കിക്കാണാൻ ഹജ്ജ് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോ ഹജ്ജിലൂടെ, സക്കാത്തിലൂടെ, നോമ്പിലൂടെ, നമസ്കാരത്തിലൂടെ, കലിമയിലൂടെ ഇസ്ലാമിനെ താങ്ങി നിർത്താൻ നമുക്ക് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, വിവിധ നിലകളുള്ള ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു ബിൽഡിംഗ് ആണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വിശാലമായ ഒരു ബിൽഡിംഗ് ആണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാമിനെ നമ്മുടെ ജീവിതത്തിൽ താങ്ങി നിർത്താൻ കഴിയണമെങ്കിൽ ഈ സ്തംഭങ്ങളെയെല്ലാം ഊർജ്ജസ്വലതയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണം. സഹോദരന്മാരെ, ഹജ്ജ് എന്നത് അത് ഫർളാണ്. ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് കഴിയൂല. നമസ്കാരം 5 വഖത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കണം. റമദാനിലെ നോമ്പ് വർഷത്തിൽ ഒരിക്കൽ 1 മാസം മതി. അതേപോലെ സക്കാത്ത് സമ്പത്തിന്റെ വർഷവും അതിന്റെ അനുപാതവും അല്ലെങ്കിൽ അതിന്റെ ശരിക്കുള്ള ആ ഒരു മൂല്യവും തോതും എത്തുമ്പോഴാണ് അത് നിർബന്ധമാകുന്നത്. എന്നാൽ ഹജ്ജാണെങ്കിലോ
അത് ആയുസ്സിൽ ഒരിക്കൽ നിർബന്ധമായ കാര്യമാണ്. ആയുസ്സിൽ ഒരിക്കലെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയിരിക്കണം, ആ അമലുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കണം. അതാണ് ഹജ്ജ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഹജ്ജ് എന്നത് അതിന്റെ പിന്നിൽ വലിയ ഒരു മഹാസംഭവമുണ്ട്. ഇബ്രാഹിം, ഇസ്മായിൽ, ഹാജറ റളിയല്ലാഹു തആല അൻഹും അവരുടെയൊക്കെ മഹത്തായ ആദർശപരമായ സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ പൊരുളുകൾ ഉള്ളടക്കം ചെയ്യപ്പെട്ട കർമ്മങ്ങളാണ് ഹജ്ജ് എന്ന് പറയുന്നത്. സഹോദരന്മാരെ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റുവാങ്ങാനുള്ള ഒരു പരിശീലനമാണ് ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. ആ ഹജ്ജ് കർമ്മം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നിർവഹിക്കാൻ ഓരോരുത്തരും സന്നദ്ധമാകണം. പരിശുദ്ധമായ കഅബാലയം പുനർനിർമ്മിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു, വഅരിനാ മനാസികനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇവിടെ നടത്തേണ്ട കർമ്മങ്ങൾ എന്താണെന്ന് നീ കാണിച്ചു തരണമേ എന്ന്. അല്ലാഹു കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ആ കർമ്മങ്ങളാണ് നമ്മൾ നബി പഠിപ്പിച്ചു തന്ന കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, നീ ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്യണം, ജനങ്ങളോട് വിളംബരം ചെയ്യണം. യഅതൂക റിജാല വഅലാ കുല്ലി ളാമിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീർ, ജനങ്ങൾ ഈ ഭൂലോകത്തെ ഇടുങ്ങിയ ഉൾപ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും അവരൊക്കെ വാഹനത്തിലായി ആ കഅബാലയത്തിലേക്ക് പുറപ്പെടട്ടെ, നീ അറിയിപ്പ് കൊടുക്കുക എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ അറിയിപ്പ് കൊടുത്തപ്പോ ആരാ കേൾക്കുന്നത്? ഇന്ന് ഭൗതികമായ നമ്മുടെ ഈ ആളുകളിലേക്ക് ശ്രവണ സഹായികളില്ലാത്ത, ശബ്ദമെത്തിക്കാനുള്ള സംവിധാനങ്ങളില്ലാത്ത, ആധുനിക സൗകര്യങ്ങളില്ലാത്ത ആ കാലത്ത്, ഇനി ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായാൽ തന്നെയും ഇത്ര ഭംഗിയായി ഈ ഒരു സത്യം, ഈ ഒരു സന്ദേശം, ഈ ഒരു വിളി എത്തിക്കാൻ സാധിക്കില്ല. ആ അർത്ഥത്തിൽ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വിളിക്കാൻ പറഞ്ഞു. അല്ലാഹു തആല അത് കേൾപ്പിക്കുകയാണ്. പടച്ച തമ്പുരാൻ മനുഷ്യരെ കേൾപ്പിക്കുകയാണ്. ആ കേൾപ്പിക്കൽ ഒരു ഉൾവിളിയായി അവർ കേൾക്കുകയാണ്. ഭൗതികമായ അർത്ഥത്തിലല്ല ആ വിളികൾ അവർ കേൾക്കുന്നത്. അവിടെ ഇസ്ലാമിനെ, ഈമാനിനെ ഉൾക്കൊള്ളുമ്പോൾ, ഇസ്ലാമിനെ പകർത്തുമ്പോൾ, പടച്ചവനെ പറ്റി ചിന്തിക്കുമ്പോ, പ്രവാചകന്മാരെ പഠിക്കുമ്പോ അവന്റെ മനസ്സിൽ ഉൾവിളിയായി കടന്നു കയറുകയാണ്, നീ ഹജ്ജിന് പുറപ്പെടണം എന്ന്. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറുന്നതോടെ ആ വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്യുന്നവരായി മാറുകയാണ്. നമ്മുടെ ആഗ്രഹം, മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം, ഇൻഷാ അല്ലാഹ് എനിക്ക് ഹജ്ജ് ചെയ്യണം എന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിൽ ജന്മമെടുത്തിട്ടുണ്ടെങ്കിൽ, ഉയരെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ആ വിളി കേൾക്കുന്നു എന്നാണ്. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ അങ്ങോട്ട് പുറപ്പെടുമ്പോ നമ്മൾ പറയുന്നത് എന്താണ്? ഇഹ്റാം കഴിഞ്ഞാൽ തൽബിയത്ത് ചൊല്ലുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് പുറപ്പെടുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാൻ ആവർത്തിച്ച് ഉത്തരം ചെയ്യുന്നു എന്നാണ്. ഏത് വിളിയാണത്? അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ച വിളിയാണ്. നമ്മൾ എങ്ങനെയാണ് കേൾക്കുന്നത്? അത് ഈമാന്റെ ഭാഷയിൽ, മനസ്സിന്റെ ഭാഷയിൽ പടച്ച തമ്പുരാൻ നമ്മളെ കേൾപ്പിക്കുകയാണ്. ആ കേൾക്കുന്നവർക്കൊക്കെ പോകാനുള്ള തൗഫീഖ് കിട്ടുകയാണ്. അല്ലാതെ റബ്ബുൽ ആലമീന്റെ വിളി നമ്മൾ എവിടെ നിന്നും വേറെ കേൾക്കുന്നില്ല. ബാങ്ക്, നമസ്കാരത്തിന് വേണ്ടിയുള്ള ബാങ്ക് 5 വഖത്തും മുഅദ്ദിൻ നിന്നിട്ട് വിളിക്കുകയാണ്. ഹജ്ജിന് വേണ്ടിയുള്ള വിളി അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ വിളി നമ്മളിങ്ങനെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഓരോരുത്തരും കേൾക്കുകയും കേൾക്കാതെയും പോകുന്നു. കേട്ടവർ
അതിനായി തന്നാലാവുന്ന ശ്രമങ്ങൾ നടത്തി ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, നമുക്ക് ഹജ്ജിന് കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയാൽ, അതിനെ അവഗണിച്ച് നിഷേധിച്ചാണ് മരിച്ചു പോകുന്നതെങ്കിൽ കാഫിറായി സത്യനിഷേധിയായാണ് മരിച്ചു പോകുന്നത്. അല്ല, ചെയ്യാം എന്ന് കരുതി അവസാനം ചെയ്യാനുള്ള ഭാഗ്യമില്ലാതെ മരിച്ചുപോയാൽ പാപിയായിട്ടാണ് മരിച്ചു പോകുന്നത്. നമുക്കതിന് പരിഹാരം നമ്മൾ ഇപ്പോഴേ തന്നെ അതിനെപ്പറ്റി ചിന്തിക്കണം. പോകാൻ സൗദി അറേബ്യയിൽ മോന്റെ അടുത്ത്, മകളുടെ അടുക്കൽ, മരുമകന്റെ അടുത്ത് വിസിറ്റിന് പോകണം. നമ്മൾ ചെയ്യാറില്ലേ? എത്രയോ നിസ്സാരമായി. ആരോഗ്യമുണ്ട്, പണമുണ്ട്, നമ്മൾ എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു. നമുക്ക് എന്തുകൊണ്ട് അതിനു വേണ്ടി കഴിയുന്നില്ല? ഓരോ സഹോദരന്മാരും അതിനു വേണ്ടി ആലോചിക്കണം. ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയാൽ പാപിയായിട്ടാണ് മരിച്ചു പോകുന്നത്. കഴിവുണ്ടായിട്ടും ആരോഗ്യമുണ്ട്, പോയി വരാനുള്ള യാത്രാക്കൂലിയും ഉണ്ടെങ്കിൽ അവന് ഫർളായി കഴിഞ്ഞിരിക്കുകയാണ്. അത് നിർബന്ധമാണ്, ചെയ്തേ മതിയാവൂ. ചെയ്യാതെ മരിച്ചാൽ പാപിയായിരിക്കും. അയാളുടെ സ്വത്തുക്കൾ ഓഹരി ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായും ഹജ്ജിനുള്ള പണം അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേണം അനന്തര സ്വത്തുക്കൾ പോലും ഓഹരി ചെയ്യേണ്ടത്. അത് ഫർളായ ബാധ്യതയാണ്. സക്കാത്ത് മുടങ്ങിയവൻ ആ സക്കാത്തിന്റെ പണം എത്ര കാലം ബിസിനസ് ചെയ്തോ, അല്ലെങ്കിൽ എത്ര കാലം സക്കാത്തിന്റെ ബാധ്യതകൾ അയാളുടെ സമ്പത്തിലുണ്ടോ, അനന്തര സ്വത്തിലുണ്ടോ, അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് മാത്രമേ സക്കാത്തിന്റെ, ഹജ്ജിന്റെ ഒക്കെ ബാധ്യതകൾ നീക്കിയിട്ട് മാത്രമേ അയാളെ ആ അനന്തര സ്വത്ത് പോലും ബാക്കിയുള്ളവർക്ക് അവകാശപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഹജ്ജ് നിർബന്ധമായാൽ വെച്ച് താമസിപ്പിക്കാതെ പരമാവധി നേരത്തെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ അതിഥികളായിട്ടാണ് ഹാജിമാരെ അള്ളാഹു കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ ഹജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്. ഹജ്ജ് ചെയ്യുന്നവരും ഉംറ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ സാർത്ഥവാഹക സംഘങ്ങളാണ്, അതിഥികളാണ്. ദഅാഹും ഫഅജാബൂഹു. അള്ളാഹു അവരെ വിളിച്ചു, ആ ക്ഷണത്തിന് അവർ ഉത്തരം ചെയ്തിരിക്കുന്നു. വസഅലൂഹു ഫഅഅതാഹും. അള്ളാഹുവിനോട് അവർ എന്തൊക്കെയോ ചോദിച്ചു, അവർക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു. ഈ പോകുന്ന ആളുകൾ അള്ളാഹ് ക്ഷണിച്ചിട്ട് പോകുന്നവരാണ്. പടച്ചോൻ വിളിച്ചപ്പോ ഉത്തരം ചെയ്തവരാണ് ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നത്. അവർ അള്ളാഹുവിന്റെ അതിഥികളാണ്. അള്ളാഹുവിന്റെ അതിഥികൾ എന്ന് പറയുമ്പോ അതിഥികൾക്ക് എന്തൊക്കെയാണോ സാധാരണ കൊടുക്കുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ടത് രീതിയിൽ അല്ലാഹു തആല ആതിഥേയത്വം നൽകും. സഹോദരന്മാരെ, നമ്മുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ കാന യുമിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ അവരുടെ അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ലോകത്ത് മുസ്ലിങ്ങൾ അനുവർത്തിച്ചു പോരുന്ന വലിയൊരു സാമൂഹ്യ നന്മയാണ് അതിഥി സൽക്കാരം എന്നത്. അതിഥികൾ വീട്ടിൽ വന്നാൽ 3 ദിവസം വരെ അവർക്ക് അവിടെ താമസിക്കാം, യാതൊന്നും ചോദിക്കാതെ അവരെ താമസിപ്പിക്കാം. അതേപോലെ അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും നമ്മൾ. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ, അവർക്ക് വേണ്ടതെന്ന് തോന്നുന്നത് ഇതെല്ലാം നമ്മൾ കൊടുക്കും. വമ്പിച്ച ഊഷ്മളമായ സ്വീകരണമാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? ഹാജിമാര്, ഉംറ ചെയ്യുന്നവർ അള്ളാഹുവിന്റെ അതിഥികളാണെന്ന് പറയുമ്പോ ആ അതിഥികൾക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോ എന്ത് വേണമെങ്കിലും അള്ളാഹു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ ഹജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്. ഹാജിമാരും ഉംറ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ അതിഥികളാണ്. ഇൻ ദഊഹു അജാബഹും വഇൻ ഇസ്തഗ്ഫറൂഹു ഗഫറ ലഹും. അള്ളാഹുവിനോട് വല്ലതും അവർ ചോദിച്ചാൽ അള്ളാഹ് അപ്പോഴേ കൊടുക്കും. പാപമോചനം ചോദിച്ചാൽ പാപങ്ങൾ പുറത്തു കൊടുക്കും. പടച്ചോനെ എല്ലാം പുറത്തുതാ, എനിക്ക് ഇന്നതൊക്കെ വേണം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അതെല്ലാം കൊടുക്കും. അതുകൊണ്ട് തന്നെ ഹാജിമാർക്ക് ഹജ്ജിന്റെ അമലുകൾ ചെയ്യുന്ന ഇടങ്ങളിൽ, ഒരുപാട് ഇടങ്ങളിൽ വേറെ ഒരു അമലിനും ഇല്ലാത്ത വിധത്തിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നുള്ള പണി എന്താ? ദുആ മാത്രം.
പൊട്ടിക്കരഞ്ഞ് കണ്ണുകൾ ചുവപ്പിച്ച് നെഞ്ച് കലങ്ങി റബ്ബിനോട് ജീവിതത്തിൽ ചോദിച്ചിട്ടില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സ് നിറയുന്നു. റബ്ബനെല്ലാം തരാൻ പറ്റുന്നതിന്റെ പരമാവധി വാരിക്കോരി തരുന്ന ഒരു അമലാണ്. അതാണ് ഒരു അതിഥി. അവൻ എന്തൊക്കെ വേണോ അതെല്ലാം വാരിക്കോരി കൊടുക്കുന്ന ഒരു സന്ദർഭമാണ് ഹജ്ജിന്റെ ഉംറയുടെ ഒക്കെ സന്ദർഭം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തന്റെ വീട്ടിലേക്ക് വന്ന ഒരാള് പിണങ്ങിക്കഴിയുകയാണ്. ഒരാള് മറ്റൊരാളുമായി പിണങ്ങിക്കഴിയുകയാണ്, അകന്നു കഴിയുകയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ഇന്നും പോയാൽ പറ്റില്ല എന്ന് കരുതിയിട്ട് നേരെ അയാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അതിഥിയായിട്ട് ചെല്ലുകയാണ്. എന്തൊക്കെയോ സമ്മാനപ്പൊതികളുമായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അന്നേരം അതിഥി സൽക്കാരം നടത്തുന്ന ആൾദേവന്മാരായ നമ്മൾ അവരോട് എന്ത് നിലപാടാ സ്വീകരിക്കും? പഴയ പിണക്കം വെച്ചുകൊണ്ടിരിക്കോ? ഇല്ല. എല്ലാം എടുത്തു മാറ്റി അവരെ അണച്ചുകൂട്ടി സന്തോഷം പങ്കുവച്ച് എല്ലാം വിട്ടുപുറത്ത് ഇതുവരെ ചെയ്തതും ഇനി ചെയ്യാനുള്ളതും എല്ലാം പുറത്ത് ഊഷ്മളമായ ബന്ധം സ്ഥാപിച്ചു. എന്നാലും എന്റെ വീട്ടിലേക്ക് വന്നല്ലോ, എല്ലാം മറന്നല്ലോ എന്ന അർത്ഥത്തിൽ അവരെ ഊഷ്മളമായി സ്വീകരിക്കുന്ന അവസ്ഥയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യസ്ഖ് റജഅ കയൗമിൻ വലദതുഹു ഉമ്മുഹു. അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ ഹജ്ജ് ചെന്നാൽ അയാൾ പാപങ്ങൾ ചെയ്യാതെ, അശ്ലീലതകളില്ലാതെ, പാപങ്ങൾ പ്രവർത്തിക്കാതെ അയാൾ പടച്ചവന്റെ അടുക്കലേക്ക് വീണ്ടും പടച്ചവനെ പിണക്കാതെ പരിശുദ്ധനായി അവന്റെ അടുക്കലേക്ക് കയറി ചെന്നാൽ അവന്റെ ഉമ്മ പ്രസവിച്ച ദിനത്തിലെ വിശുദ്ധ പുത്രനെ പോലെ ആണ് അയാള് മടങ്ങി വരുന്നത്. സഹോദരന്മാരെ, ഇതേപോലെ നമ്മൾ ഏതൊക്കെ അവസ്ഥയിലാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയാൻ പറ്റൂല. മരണം എപ്പോഴും പിടിപെടാം. ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ റബ്ബിന്റെ അടുക്കലേക്ക് പോകുമ്പോ എല്ലാ പിണക്കങ്ങളും, നമുക്കറിയുന്നതും അറിയാത്തതും, റബ്ബിന് നമ്മളോട് എന്തൊക്കെ കാര്യത്തിൽ വെറുപ്പുണ്ടെന്ന് ആർക്കറിയാം? നമ്മൾ എത്ര പരിശോധിച്ചിരിക്കുന്നു. റബ്ബിലേക്ക് കയറി ചെന്ന് അവന്റെ വീട്ടിൽ ചെന്ന് എല്ലാ പിണക്കവും തീർത്ത് അവൻ നമ്മളെ ഊഷ്മളമായി വരവേറ്റ് ഉമ്മ പ്രസവിച്ച ദിനത്തിലെ പോലെ അവൻ പരിശുദ്ധനായി തിരിച്ചു വരുന്ന ഒരേ ഒരു അമൽ അത് ഹജ്ജാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഏറ്റവും നല്ല സൽക്കാരമാണ് നമ്മുടെ വീട്ടിൽ അതിഥികളായി വരുന്നവർക്ക് നമ്മൾ കൊടുക്കുക. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഏറ്റവും നന്നായി ശ്രദ്ധിച്ച് അമലുകൾ ചെയ്യുന്ന, സ്വീകാര്യയോഗ്യമായ നിലയിൽ, പുണ്യങ്ങൾ നിറഞ്ഞ നിലയിൽ ഹജ്ജ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ സമ്മാനം വേറെയില്ല, സ്വർഗ്ഗമല്ലാതെ വേറെ സൽക്കാരമില്ല. അവർക്ക് അല്ലാഹു അവിടെ സ്വർഗത്തിൽ ഇഷ്ടം പോലെ ഒരുക്കി വെച്ചിരിക്കുകയാണ് എന്ന്. സഹോദരന്മാരെ, ഇതേപോലെ നമ്മൾ ഓരോ തരത്തിൽ അല്ലാഹുവിലേക്ക് അടുക്കുമ്പോ അതിഥികളെ കാണുന്നത് പോലെ അല്ലാഹ് നമ്മളെ കണ്ടുകൊണ്ട് ഊഷ്മളമായി വരവേറ്റ് നമ്മെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ജീവിതത്തിൽ ധന്യത ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ ഫഇന്നഹാ യുൻഫിയാനിൽ ഫഖ്റ വദ്ദുനൂബ്. നിങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യമില്ലാതായി പോകും. അതേപോലെ തന്നെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കളയും. കമാ യുൻഫിൽ ഖീറ ഖുബ്സൽ ഹദീദ്. ഇരുമ്പിൽ നിന്നും, ഉലയിലേക്കിട്ട ഇരുമ്പിൽ നിന്നും അതിന്റെ കറകൾ കഴുകി വൃത്തിയാക്കും പോലെ ഹജ്ജിലേക്ക് പ്രവേശിക്കുമ്പോ നിങ്ങളുടെ പാപങ്ങളെല്ലാം അതിന്റെ താപത്തിൽ ഉരുകി ഒലിച്ച് നശിച്ചു പോകും. നിങ്ങളുടെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, നബി തിരുമേനി പറയുന്നു, തഅജ്ജലു ഇലൽ ഹജ്ജ്, നിങ്ങൾ ഹജ്ജിലേക്ക് ധൃതിയായിക്കൊള്ളൂ. ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅറുദു ലഹു. നിങ്ങളിൽ ഓരോരുത്തർക്കും കൺമുമ്പിൽ ഭാവിയിൽ വരാനിരിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള വിപത്തുകളാണ്, ബുദ്ധിമുട്ടുകളാണ്, തടസ്സങ്ങളാണെന്ന് പറയാൻ പറ്റൂല.
കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഹജ്ജിന് വേണ്ടി ധൃതിയായിക്കൊള്ളൂ, വെച്ച് നീട്ടരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഈ നാട്ടിൽ നിന്നും ഹജ്ജ് നിർബന്ധമായ മുഴുവൻ സഹോദരന്മാരും അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ഒരുക്കങ്ങൾ നടത്തി അടുത്ത തവണയെങ്കിലും പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടണം. ഈ തവണ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ഹാജിമാർക്ക്, നമ്മുടെ മഹല്ലിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നവർക്ക് അള്ളാഹു എല്ലാ തരത്തിലുമുള്ള ഖൈർ ബറക്കത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 18-ാം തീയതി ഞായറാഴ്ച പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന നമ്മുടെ ഈ മഹല്ലിലെ സഹോദരന്മാരുണ്ട്. ഷാഹുൽ ഹമീദ് സാഹിബ് അണ്ടിപ്പാട്ടിൽ, അദ്ദേഹത്തിന്റെ ഭാര്യ, അതേപോലെ വിളക്കീരി കുഞ്ഞു മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഭാര്യ, ഇവർക്കെല്ലാം വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അതേപോലെ നമ്മുടെ മഹല്ലിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള സഹോദരന്മാർ എല്ലാവരുടെയും ഹജ്ജും ഉംറകൾ അല്ലാഹു മഖബൂലും മബ്റൂറുമാക്കുമാറാകട്ടെ. അവരുടെ ഹജ്ജും ഉംറയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവർ നമുക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും ചെയ്യുന്ന ദുആകളെ, ലോക മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ചെയ്യുന്ന ദുആകളെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും എത്രയും വേഗം ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതോടനുബന്ധിച്ച് ഹജ്ജ് ചെയ്യാത്തവർക്ക് വളരെ വളരെ നിർബന്ധ ബുദ്ധിയ ചെയ്യേണ്ട വളരെ പ്രബലമായ ഒരു സുന്നത്താണ് ഉദ്ഹിയ എന്ന് പറയുന്നത്. ഉദ്ഹിയ ന്യൂനതയില്ലാത്ത വയസ്സൊത്ത ആടിനെയോ മാടിനെയോ ഒട്ടകത്തെയോ പെരുന്നാളിന്റെ ദിവസത്തിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞത് മുതൽ അയ്യാമുൽ തശ്രീഖിന്റെ അവസാനത്തെ ദിവസം അസറിനുള്ളിൽ ഇതിനെ ബലിയറുക്കുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ നാമത്തിൽ തക്ബീറോടുകൂടി അതിനെ ബലിയറുക്കുക. ആ ബലിയറുക്കൽ പ്രബലമായ സുന്നത്താണ്. ദുൽഹജ്ജ് 1 മുതൽ അങ്ങനെ ബലിയറുക്കാൻ തീരുമാനിക്കുന്നവരുടെ മുടിയും നഖവും നീക്കാതിരിക്കൽ സുന്നത്താണ്. അതേപോലെ തന്നെ നമ്മുടെ മഹല്ലിൽ ഉളഹിയയ്ക്ക് വേണ്ടി 10,000 രൂപയാണ് ഒരു ഷെയർ ആയിട്ട് വെച്ചിട്ടുള്ളത്. മാടാണെങ്കിൽ അതിന് 7 ഷെയറുകൾ വരെ ചേരാവുന്നതാണ്. 7-ൽ കുറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതേസമയം ആടാണെങ്കിൽ ഒരൊറ്റ ആൾക്ക് മാത്രമേ അതിൽ അത് ഏറ്റെടുക്കാൻ പറ്റുകയുള്ളൂ, അതിന് ഷെയർ പറ്റുകയില്ല. അതുകൊണ്ട് അതിന്റെ സ്വഭാവത്തിൽ ന്യൂനതകളില്ലാത്ത, അതേപോലെ വയസ്സൊത്ത ശരിയായ ആടുമാടുകളെ നമ്മൾ ഉദ്ഹിയ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രബലമായ സുന്നത്താണ്. അതിന് കഴിവുണ്ടായിട്ടും ഒരു മാടിൽ 10,000 രൂപ ചേർന്ന് കൊടുത്ത് പങ്കുചേരാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ഒരു ആടിനെ വാങ്ങി ബലി കൊടുക്കാൻ ഉദ്ഹിയ ചെയ്യാൻ കഴിവുണ്ട്, എന്നിട്ടും അത് ചെയ്യാതെ ഇങ്ങോട്ട് വന്നാൽ അവൻ നമ്മുടെ മുസല്ലയിലേക്ക്, നമസ്കാര സ്ഥലത്തേക്ക് വരാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രബലമായ സുന്നത്താണ്. അതിന്റെ പ്രാധാന്യം വരും നാളുകളിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാർ എല്ലാവരും അക്കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തണം. മഹല്ലിന്റെ ഈ പൊതു സംരംഭത്തെ കൂടെ നിന്ന് സഹായിക്കണം. കഴിവിന്റെ പരമാവധി എല്ലാവരും അതിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ അമലുകൾ കബൂലാക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഈ മഹത്തായ നാളുകളിൽ സംഭാവന ചെയ്യേണ്ടവർ എത്രയും പെട്ടെന്ന് സംഭാവന ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സംഭാവന വാഗ്ദാനം ചെയ്തിട്ടുള്ള സഹോദരന്മാർ എത്രയും വേഗം തന്നെ ആ വാഗ്ദാനം ചെയ്ത തുകകൾ കൊടുത്തു വിടാനുള്ള ശ്രമങ്ങൾ നടത്തണം. അൽഹംദുലില്ലാഹ്, അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ് അതിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മഴക്കാലം വരാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് മുടങ്ങാതെ തന്നെ അത് പൂർത്തിയാക്കണം. അതേപോലെ തന്നെ നമുക്ക് ഈ പണം കൊടുക്കേണ്ട ആ എഞ്ചിനീയർമാർക്ക്, അതിന്റെ പണിക്കാർക്ക് പൈസ ഏൽപ്പിക്കേണ്ടതുണ്ട് സമയാസമയങ്ങളിൽ. അതുകൊണ്ട് എല്ലാവരും അതിനെപ്പറ്റി ഊർജിതമായി ചിന്തിക്കണം. അള്ളാഹു നമ്മുടെ സദഖകൾ പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല ജാരിയായ സദഖയാക്കി അതെല്ലാം അത് മുഖേന നമ്മുടെ മാറാ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാക്കുമാറാകട്ടെ. വന്ന രോഗങ്ങൾ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു സഫലമാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അള്ളാഹു മാറ്റി സന്തോഷവും സമാധാനവും ഈ ലോകത്തും നൽകി പൂർണ്ണ ആരോഗ്യം, ആഫിയത്തും സഹത്തും ഹിദായത്തും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അതുപോലെ അറിയിക്കാനുള്ള മറ്റൊരു കാര്യം ജനാസ നമസ്കാരമാണ്. അബൂ താഹിർ വർണിക, നഫീസ പാറപ്പുറം, ഹംസ ആറാംകുളം, അതേപോലെ മുഹമ്മദ് ഖാസിം ബാക്കവി ഉസ്താദ് അവർകൾ, ഇവർക്ക് വേണ്ടിയുള്ള ജനാസ നമസ്കാരം ഉണ്ടാകും.
മറ്റൊരു കാര്യം നമ്മുടെ ബക്കറ്റ് കളക്ഷനാണ്. എല്ലാ ആഴ്ചയിലും നമ്മൾ ബക്കറ്റ് കളക്ഷൻ എടുക്കുന്നു. നിങ്ങൾ ഇടുന്നത് വളരെ ചെറിയൊരു പൈസയാണെന്ന് വെച്ചോളൂ. പക്ഷെ ആ പൈസ ഏറ്റവും അർഹരായ ആളുകൾക്ക്, നിർധനരായ ആളുകൾക്ക് എത്തിക്കാൻ ജാഗ്രത കാണിക്കുകയും കൃത്യമായ ആ രേഖയോടുകൂടി തന്നെ അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സദഖ ചെയ്യുന്ന എല്ലാവരുടെയും സദഖകളെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മറ്റൊരു കാര്യം, നമ്മുടെ മക്കൾക്ക് ഇത് അവധിക്കാലമാണ്. ഇത് അവസാനിക്കുന്നതിന് മുമ്പ് അവരെയൊക്കെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഈ സന്ദർഭങ്ങൾ സാധ്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ചയില് പെൺമക്കൾക്ക് വേണ്ടിയുള്ള ക്ലാസ് ആയിരുന്നു നമ്മൾ വെച്ചത്. വെള്ളിയാഴ്ചയിൽ അൽഹംദുലില്ലാഹ് 10-30ഓളം പെൺമക്കൾ പങ്കെടുത്തു. അവർക്ക് വലിയ അനുഭവങ്ങൾ ഉണ്ടായി. അള്ളാഹുവിനോട്, റസൂലിനോട്, ദീനിനോട് ഏറ്റവും കുറഞ്ഞൊരു സ്നേഹം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ക്ലാസുകൾ ഇനിയും തുടരും. ഈ ശനിയാഴ്ച നാളെ രാവിലെ 10 മണിക്ക് ആൺമക്കൾക്ക് വേണ്ടി ഈ പള്ളിയുടെ മുകളിൽ വെച്ചിട്ട് ക്ലാസ് നടക്കുകയാണ്. നമ്മളുമായി ബന്ധപ്പെട്ട ടീനേജ് പ്രായത്തിലുള്ള, ഹൈസ്കൂളിലേക്ക് എത്തി ഡിഗ്രി തലം വരെയുള്ള മുഴുവൻ ആൺകുട്ടികളെയും നമ്മൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെയുള്ള ആൺമക്കളെല്ലാം വരണമെന്ന് അവരെ നേരിട്ടും ഞാൻ ക്ഷണിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സൽ സംരംഭങ്ങളെയും അല്ലാഹു സ്വീകരിക്കുകയും വിജയിപ്പിച്ചു നൽകുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.